സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താതെ ആരോഗ്യവകുപ്പ് 2016 മുതൽ മെഡിക്കൽ നഴ്സിംഗ് ദന്തൽ കോളേജുകളിലായി നാമമാത്രമായ തസ്തികകൾ മാത്രമാണ് ഇതുവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. രശ്മി കാർത്തികയുണ്ട്. രശ്മി, ഇപ്പോൾ ഈ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളിൽ ഗുരുതര പിഴവുകൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ്. അതിനുള്ള കാരണമായിട്ട് മെഡിക്കൽ കോളേജിൽ അധികൃതർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, മണിക്കൂറുകൾ നീണ്ട ജോലിഭാരം കൂടുന്നു എന്നൊക്കെ തന്നെ. ഇത്രയും തസ്തികകൾ സൃഷ്ടിക്കാനുള്ളപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഈ പിഴവുകൾ ഉണ്ടാകാനുള്ള കാരണമായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ തസ്തികകൾ സൃഷ്ടിക്കാത്തത്? സർക്കാർ എന്താണ് ഇതിനുള്ള മറുപടിയായിട്ട് പറയുന്നത്? ശേഷം ഈ ഒരു ഒഴിവുകൾ നികത്തുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, അനാസ്ഥയാണ്. നാമമാത്രമായിട്ടുള്ള തസ്തികകൾ മാത്രമാണ് സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ളത്. നിരവധി ഒഴിവുകളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഡോക്ടർമാരുടെ കുറവുണ്ട്, മറ്റ് ജീവനക്കാരുടെ കുറവുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഡ്യൂട്ടിയിലുള്ളവർ തന്നെ മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം, കൂടുതൽ സമയം അവർ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഡോക്ടർമാരുടെ കുറവ് വലിയൊരു പ്രശ്നമാണ്. രോഗികളാണെങ്കിൽ പോലും മണിക്കൂറുകളോളം ആശുപത്രിയിൽ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ ചികിത്സാ പിഴവുകൾ ഉൾപ്പെടെ സംഭവിക്കുന്നു. അതിനൊക്കെ തന്നെ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ കുറവ് വലിയൊരു കാരണമാണ്. ആശുപത്രി വികസന സമിതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി തുടങ്ങി വിവിധ പദ്ധതികളിൽ നിന്നുൾപ്പെടെ താൽക്കാലികമായി ആളുകളെ നിയമിച്ചുകൊണ്ടാണ് ഇപ്പോഴും ആ ഒഴിവ് പരിഹരിക്കുന്നത്. താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ ആശുപത്രി വികസന സമിതിയിൽ നിന്നുൾപ്പെടെ ഈ ഡോക്ടർമാരെയും ഒക്കെ തന്നെ നിയമിച്ചുകൊണ്ട് താൽക്കാലികമായി ആ പ്രശ്നം പരിഹരിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ജൂനിയർ റെസിഡന്റുമാർ, സീനിയർ റെസിഡന്റുമാർ, അത്തരത്തിലുള്ളൊരു നിയമനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒഴിവുകളൊക്കെ കൃത്യമായി നികത്താൻ സർക്കാരിനാകുന്നില്ല. അതും സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ ഒരു പ്രശ്നമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഇനി വരുന്ന മാസം എന്ന് പറയുന്നത് ഈ രോഗവ്യാപനം, പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ ഈ രോഗികൾ രാവിലെ എത്തിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നീണ്ട ക്യൂ ആണ്. അത് ആകെ ഒരു ഡോക്ടറായിരിക്കും പരിശോധിക്കാനുണ്ടായിരിക്കുന്നത്. ആ ഇരിക്കുന്ന ആൾ തന്നെ മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. വർക്ക് പ്രഷറൊക്കെ വളരെ കൂടുതലാണ്. ഈ രീതിയിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ തസ്തിക സൃഷ്ടിക്കുന്നതിലുൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഈ ഒരു പ്രത്യേക രോഗം ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തരമായി തസ്തിക സൃഷ്ടിച്ച് ഈ ഒഴിവുകൾ നികത്തണം എന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. രജനി, എന്തായാലും ഉടനടി തന്നെ ഇതിലൊരു തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടാകണം. ഡോക്ടർമാരുടെ ഒഴിവുകൾ ആരോഗ്യവകുപ്പ് എത്രയും വേഗം നികത്തണം. കാരണം ഇനി വരാനിരിക്കുന്നത് മഴക്കാലം തന്നെയാണ്. അപ്പോൾ സാംക്രമിക രോഗങ്ങൾ അടക്കം പടരാനുള്ള സാധ്യതകളുണ്ട്. ആശുപത്രികളൊക്കെ തന്നെ നിറയാനുള്ള സാധ്യതകളുണ്ട്. ഇതിന് കൃത്യമായ ഈ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി വേണ്ടത്ര ഡോക്ടർമാരും നഴ്സുമാരെയും ഒക്കെ തന്നെ നിയമിക്കണം. അല്ലെങ്കിൽ വലിയൊരു ദുരിത കാഴ്ചയിലേക്ക് തന്നെയായിരിക്കും കേരളം വീണ്ടും മടങ്ങുവാൻ ഉള്ള സാധ്യതകൾ കാണുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.